രാവിലെ തന്നെ എല്ലാവർക്കും നമസ്കാരം. ടാറ്റ. നമുക്ക് രാവിലെ കലാപരിപാടികൾ തുടങ്ങാം. അങ്ങനെ രാവിലെ ഇതാ തുടങ്ങിയതാണ് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. ഇന്നത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ്. കുറച്ച് 2-3 മുട്ടയൊക്കെ ഒന്ന് അവിച്ച് നമുക്കൊരു മുട്ടക്കറി വയ്ക്കാം. അതിലേക്ക് വേണ്ടി രാവിലെ ഇതാ എണീറ്റ് ഉടനെയാണ് ആദ്യം ഇവിടുത്തെ അടുക്കളയിൽ മുട്ടയൊക്കെ അടുപ്പിൽ വച്ചതിന് ശേഷം നമുക്ക് പുറത്തോട്ട് പോകാം. അങ്ങനെ രാവിലെ ഇതാ എണീറ്റ് മുട്ടയെല്ലാം കൊണ്ടുചെന്ന് അടുപ്പിലൊക്കെ വച്ച് കഴിഞ്ഞു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് 2 വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കുകയാണ്. എന്തെന്നറിയുമോ? നമ്മളൊരു ചേമ്പും തണ്ട് വെച്ച് നമുക്ക് 2 കൂട്ടാൻ വയ്ക്കാം. അത് ഞാൻ വഴിയേ കാണിക്കുകയാണ്. ചേമ്പും തണ്ടാണ് കേട്ടോ ഇന്നത്തെ താരമെന്ന് പറഞ്ഞാൽ ചേമ്പും തണ്ടാണ്. ചേമ്പും തണ്ട് വെച്ചാണ് ഞാനിന്ന് 2 ഐറ്റം കറികൾ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും കാണണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും അതുപോലെയൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മളെ പഴയകാല ജീവിതം ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്കൊന്ന് ആസ്വദിക്കാം. അങ്ങനെ ദേ അവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ ഇവിടെ വന്നു അടുക്കളയിൽ കഞ്ഞിക്ക് അടുപ്പിൽ തീ കത്തിക്കുകയാണേ. അങ്ങനെ കഞ്ഞിക്കടുപ്പിൽ തീയൊക്കെ കത്തിച്ച് ചെറിയ ചുള്ളികളൊക്കെ പറക്കി വെച്ച് ഒന്ന് പറക്കി എടുത്ത് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അങ്ങനെ ഇദ്ദേഹത്തിന് നമുക്കിവിടെ അങ്ങോട്ട് തീ കത്തിച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അടുത്ത് വീണ്ടും മറ്റുള്ള പരിപാടികളിലേക്ക് തിരിയാവുന്നതാണ്. അങ്ങനെ ഞാനിതാ തീ കത്തിച്ച് പിടിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ പ്രത്യേക സ്നേഹാന്വേഷണം. എല്ലാവരെയും ഞാനിതാ പ്രത്യേകം അന്വേഷിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് അവിടെ ഒരു ഒതുക്കി അപ്പോഴേക്കും നമ്മളെ മുട്ട കൂട്ടാൻ വെന്ത് കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിന് നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങ് വച്ചതിന് ശേഷം നമുക്ക് ആദ്യം കുറച്ച് കുടിവെള്ളം തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കാം. ഞാനിതാ ഒരടുപ്പിൽ മുട്ടക്കറിക്ക് വച്ചിട്ടുണ്ട്. മുട്ടക്കറിക്കുള്ള ഉള്ളിയൊക്കെ വശക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് മുട്ട അടുപ്പിൽ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും തന്നെ എനിക്ക് രാവിലെ തകതകാന്ന് ജോലി ചെയ്താൽ മാത്രമേ റബ്ബർ പാലെടുക്കാൻ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു 7:30 മണിയൊക്കെ ആവുന്നതിന് മുമ്പ് ജോലി അടുക്കള പണിയെല്ലാം തീർത്തിട്ട് വേണം. അപ്പോൾ അങ്ങനെ അതേ ചേമ്പും തണ്ടാണ് കേട്ടോ. ചേമ്പും തണ്ട് വെച്ചാണ് ഇന്നൊരു അവിയൽ വയ്ക്കാൻ പോവുകയാണ്. ചേമ്പും തണ്ടും തക്കാളിയും ഒരു സവാളയും ഒരു പച്ചമുളകും ഉണ്ടെങ്കിൽ അവിയലായി. അവിയൽ സാധാരണ അരയ്ക്കുമ്പോൾ തേങ്ങയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടി ചേർത്തുള്ള നമ്മളെ ജീരകം, മഞ്ഞൾ, മുളക് എല്ലാം ചേർത്തത് പെട്ടെന്ന് അവിയൽ റെഡിയായി കഴിഞ്ഞു. അപ്പോഴേക്കും എനിക്ക് കുടിക്കാൻ വേണ്ടി ഞാൻ മസാല വെള്ളം തയ്യാറാക്കുകയാണ്. അപ്പം നമുക്കിന്നൊരു ഉണക്ക മീൻ കറി വെച്ചാലോ. ഇത് നമ്മളെ കാട്ടിൽ മേഘത്തിൽ നിന്ന് വാങ്ങിയതാണ്. മൊന്തങ്കായും പച്ചമുളക്, പുളിഞ്ചിക്ക, പിന്നെ നമുക്കൊരു കഷ്ണം ചേമ്പും തണ്ട്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊരു അയലക്കരുവോട് കറി അങ്ങ് വയ്ക്കാം. അതായത് ഉണക്കമീൻ കറി വയ്ക്കാം. ഇന്ന് 2 കറികളും ചേമ്പും തണ്ട് ഉപയോഗിച്ചാണ്. അതിനുള്ള സാധനങ്ങൾ കണ്ടല്ലോ: മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ, ഉലുവ, പുളി. സാധാരണ മീൻ അരയ്ക്കും പോലെ തന്നെ എല്ലാം അരച്ച് തേച്ചത് സൂപ്പർ മീൻ കറിയും റെഡിയായി. എല്ലാവർക്കും താങ്ക് യു. ഗുഡ് മോർണിംഗ്.